ഒരാറ് വിഭാഗം പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തി തരാം. 6 വിഭാഗം പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ അവരെ കല്യാണം കഴിക്കരുത്. 6 സ്വഭാവമുള്ള പെണ്ണുങ്ങള് നിങ്ങൾ കല്യാണം കഴിക്കണ്ട. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ, നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണില് ഈ 6 സ്വഭാവമുണ്ടോ, കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിക്കണ പുരുഷന്മാരൊക്കെ ശരിക്കും ഇരുന്ന് കേട്ടോ. ഇനിയിപ്പോ വാദം കഴിഞ്ഞിട്ട് ഇപ്പൊ വാദം കേട്ടിട്ട് നന്റെ പെഞ്ഞയിൽ ഉണ്ടല്ലേ ഈ ചൊന്നെ 3ാമത്തെ സ്വഭാവ, അതുകൊണ്ട് വേണ്ട. 1ഉം ചൊന്നെ, 2ഉം ചൊന്നെ, 3ഉം ചൊന്നെ. അപ്പൊ അയിമ കേട്ടിട്ട് എന്തിനാ ചൊന്നിട്ട് മേനിങ്ങ ചൊന്നോണ്ടല്ലേ തൊലാക്കിടി. ഓ തൊലാക്ക് 1ഉം ചൊല്ലി, 2ഉം ചൊല്ലി, 3ഉം ചൊല്ലി. അങ്ങനൊന്നും ചൊല്ലാൻ പോണ്ട. ഈ സ്വഭാവം ഇല്ലാതാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഉസ്താദ് നണ്ടയിൽ എന്തോ ആവില്ലേ, പിന്നെ എന്തിക ബാണായിടേ ഉസ്താദ് നന്റെ പെഞ്ഞയുടെ സമാക്കോ നണ്ട കൊണ്ടാവില്ല എന്നെങ്കിൽ എന്തിക ആണായിടേണ്ട്. ഞാനിപ്പോ ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഭയങ്കര തങ്ങന്മാരെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനില്ല. ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞതാ, വളരെ സങ്കടത്തിൽ പറഞ്ഞതാ. തങ്ങന്മാരും ആലിമീങ്ങ എല്ലാ ചുറ്റുമുത്തിലേക്കിടെ, നടുലോണിക്കിടെ, ചുറ്റുമുത്തിൽ തങ്ങം ആലിമീങ്ങ എല്ലാരും ഇക്കിടെ. എന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ അവന്റെ സ്വന്തം വീട്ടിലുള്ള പെണ്ണിനെ ശല്യം ചെയ്യുകയാണ്. ഇവൻ മാത്രല്ല, ഇവന്റെ ബാപ്പയും മകനും ചേർന്നിട്ടതാ സ്വന്തം വീട്ടിലുള്ള ഇവന്റെ ഭാര്യയെ, അഥവാ ഈ ബാപ്പാന്റെ മരുമകളെ മകന്റെ ഭാര്യയെ ശല്യം ചെയ്യുകയാ. എന്തിന്റെ പേരിലാ ശല്യം ചെയ്യുന്നതെന്നറിയോ? നിന്റെ വീട്ടിലേക്ക് പോയിട്ട് സ്വർണം കൊണ്ടുവാ. അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ പൊന്നവിടെ 50 പവന് തരുമെന്നല്ലേ പറഞ്ഞത്? 30 പവനല്ലേ തന്നിട്ടുള്ളത്? 20 പവന് ബാക്കിയുണ്ടല്ലോ. ഇതുപോലെ മരുമകളെ ഈ സ്വർണം കൊണ്ടുവന്നത് കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ സ്വന്തം മരുമകളെ ശകാരിക്കുന്ന അമ്മാടിമമാരില്ലയോ, അമ്മോശന്മാരില്ലയോ? ലജ്ജ വേണേ മനുഷ്യ. എന്തിനേരെ പറയണോ? അതാ 2 മക്കളുടെ ബാപ്പയാണിവന്. ഇവൻ അവളെ കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവൻ ഭാര്യയോട് പറയുന്നത്, ഔത്തുക പോയിട്ട് ചൊന്നതിന് ബാക്കി ഇറിയ പോണ് ബംഗാറ് കൊമ്പടി. മനുഷ്യ പോയി കിടക്കണ്ടയോ, കബറിൽ കിടക്കണ്ടയോ? നിന്റെ കബറിലൊന്ന് പോയി കിടക്കണ്ടയോ? നീ നിന്റെ ഭാര്യയെ ശകാരിച്ച്, ഭാര്യയെ ശകാരിച്ച് ശല്യം ചെയ്ത് വാങ്ങുന്ന സ്വർണമുണ്ടല്ലോ, ആ ഭാര്യയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണോ ഖബറിൽ പോകുമ്പോ നിന്റെ ഖബറിലോട്ട് നീ കൊണ്ടുപോകുമോ? വാല കേൾക്കുന്ന അമ്മാടിമമാര്, നിങ്ങളെ മരുമക്കളെ ശല്യം ചെയ്ത് ആ മരുമകളിൽ നിന്ന് 2 പേരമക്കളെ നിങ്ങൾക്ക് അല്ലാഹ് തന്നില്ലേ? ആ പേരമക്കളുടെ വെല്ലുമ്മമാരാട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളെ 20 പവൻ തരാൻ ബാക്കിയുണ്ടെന്നതിന്റെ പേരിൽ തിരിച്ച് അയക്കാൻ മനസ്സ് വന്നതെങ്ങനെ? വേണ്ട, കുറഞ്ഞ കാലത്തേക്ക് സ്വർണത്തിന്റെ പിന്നിൽ പോകണ്ട. അല്ലാഹു നിങ്ങളെ വിടൂല്ല. ആളുകൾക്ക് മുന്നിലും മാന്യന്മാരാടി നടന്നാ പറ്റൂല, നാട്ടുകാരെ മുന്നിലും മാന്യന്മാരാടി നടന്നാ പറ്റൂല. മാന്യനാടി നടക്കേണ്ടത് എവിടെയാണെന്നറിയോ? സ്വന്തം വീട്ടിന്റെ ഉള്ളിലാണ് കിട്ടൂ. ഭാര്യന്റെ മുന്നിൽ മാന്യനാടി നടക്കണോ? അമ്മോശന്മാരെ, മരുമകളെ മുന്നിൽ മാന്യന്മാരാടി നടക്കണോ? അമ്മാടിമമാര്, സ്വന്തം മരുമകളെ മുന്നിൽ മാന്യനാടി നടന്നോ? പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണ്ട. സമയം വൈകുന്നുണ്ട്, ഞാൻ നിർത്താറായി ചുരുക്കുകയാണ്. 6 സ്വഭാവം ഏതൊക്കെയാണ്? ഒന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽ അന്നാനത്തു
ഏത് സമയം നോക്കിയാലും ഭർത്താവിന്റെ വീട്ടിലെ കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, പരാതികൾ മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ഇനി രണ്ടാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽ ഹന്നാന. സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, അതുപോലെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. മനുഷ്യ, നീ കുടുങ്ങിപ്പോകും ഉറപ്പാ, നിന്റെ ജീവിതം തൊലയും ഉറപ്പാ, നിന്റെ ജീവിതം തൊലയും ഉറപ്പാ. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ് അൽ മന്നാന. ഭർത്താവിന് ചെയ്തു കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ഭാര്യയുണ്ടല്ലോ, ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണാണോ, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത്. ഇനി നാലാമതായി പണ്ഡിതന്മാര് പറയുകയാണ് അൽ ഹദ്ദാഖ. ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ, രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ, ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി നോക്കൂല്ല, ഭർത്താവിന്റെ നിലവാരമൊന്നും നോക്കൂല്ല, ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരില്ലേ, അത് ആവശ്യമുള്ളതാണോ അല്ലേ എന്ന് അവൾ നോക്കൂല്ല. അവളുടെ രണ്ട് കണ്ണുകൊണ്ട് അവൾ എന്ത് കണ്ടുവോ അത് വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ, ആ സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, അവളെ നീ കല്യാണം കഴിക്കരുത് കേട്ടോ. ഇനി അഞ്ചാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽ ബറാഖ. ഇതൊക്കെ ഓരോന്ന് കുറെ നീട്ടി വിശദീകരിച്ച് വിവരിച്ച് പറയേണ്ടത് ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താം. 11:45 ഇൻഷാ അല്ലാഹ് എന്റെ വേല അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 12 മണി വരെ ഇരുന്ന് തരുമെന്ന് പറയുന്നവരൊന്ന് കൈവക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ അപ്പുറം പോകില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളെ എനിക്ക് കല്യാണ ഉറൂസ് വേളാണ്, മറ്റന്നാള് മാണില വേളാണ്, അത് കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം മുഹിമ്മാത്തിൽ വേളാണ്, അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി ബജ്പയിൽ വേളാണ്, അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി കൊടകിൽ വേളാണ്, 13-ാം തീയതി വേറെ സ്ഥലത്ത് വേളാണ്. നിങ്ങൾക്കും നാളെ വേളാണ്, എനിക്ക് മാത്രമല്ല, എനിക്ക് പറയുന്ന വേള, നിങ്ങൾക്ക് കേൾക്കുന്ന വേള. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണില്ല. 12 മണിക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുവരെ ഞാൻ ഇരുന്ന് തരും എന്ന് പറയുന്ന ഒന്നും കൈവക്കും. ബിസ്മില്ലാ. അല്ലാഹുവേ, ഈ ഇരുന്ന് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനെ, വിജയം നൽകണേ റഹ്മാനെ. അവസാനം പറഞ്ഞ് ഇനി 2 സ്വഭാവമുള്ള പെണ്ണുങ്ങന്മാരുണ്ട്. 5ാമത്തെ സ്വഭാവമുള്ള പെണ്ണെന്തെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു അൽ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഏത് സമയം ഇങ്ങനെ ചെയ്യണ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പെണ്ണ്. മനുഷ്യ, ഓളെ നീ കെട്ടിയാല് നിനക്ക് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഓളെ നീ കെട്ടിയാല് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഇവളിങ്ങനെ കുട്ടത്തിയെ പോലെ ഇങ്ങനെ നടക്കും, ഒഞ്ഞും കൂട്ടിയിട്ട് ഇങ്ങനെ ബുർക്കത്തെ മേൽക്ക് ഒരു ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്ക ഇങ്ങനെ നോക്കണേ കണ്ണാടിയിലേക്ക്. ഇട്ട ബാഗ് ചന്ത കാണണ്ട ഇല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ബാഗ് ചന്ത കാണാനാ ഇടണ? ഈ ബാഗ് ചന്ത കാണാനാ ഇടുന്നത്? ഞാൻ പറഞ്ഞു വന്നത് അൽ ബറാഖ. കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് മേക്കപ്പ് നടത്തുന്ന സ്വഭാവമുള്ള പെണ്ണാണോ, നീ അവളെ കല്യാണം കഴിക്കരുത് എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. 6ാമതായി സ്വഭാവമുള്ളൊരു പെണ്ണുണ്ട്, അശ്ശദ്ദാഖ. അതായത് അൽ കസീറത്തുൽ കലാം.
അമിതമായ സംസാരമുള്ള പെണ്ണ്, ഏത് സമയം നോക്കിയാലും അവളുടെ ബായി ബൊമ്പായി. അങ്ങനെ ചില ആളുകളില്ലേ, അവളുടെ ബായി വലിയ ബൊമ്പായി, അവളുടെ ബായി നോക്കുമ്പോ വലിയ ബൊമ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാക്കിന് ലൈസൻസ് ഇല്ല, നാക്കിന് ലൈസൻസ് ഇല്ല. മനുഷ്യ, നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ല എന്തിനാണ് നമുക്ക് നാവ് ഒന്ന് തന്നത്? അല്ല എന്തിനാ നമുക്ക് ചെവി രണ്ട് തന്നത്? ഈ സദസ്സിൽ വാല് കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രണ്ട് നാക്കുള്ളവരുണ്ടോ, ചെവി ഒന്നുള്ളവരുണ്ടോ? ഈ സദസ്സിൽ രണ്ട് നാക്കുള്ളവരുണ്ടോ, ചെവി ഒന്നുള്ളവരുണ്ടോ? ഇല്ല. എല്ലാവരുടെയും നാക്ക് ഒന്നാണ്, ചെവി രണ്ടാണ്. എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് ഒരു നാക്ക് തന്നത്? എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് രണ്ട് ചെവികൾ തന്നത്? നാവ് കൊണ്ട് കുറച്ച് സംസാരിച്ചാ മതി, ചെവിട് കൊണ്ട് ഒരുപാട് കേൾക്കണേ. സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം എന്നറിയിക്കാനാണ് കേട്ടോ. അമിതമായ സംസാരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ നാക്കിനൊരു ലൈസൻസ് ഇല്ല, ആവശ്യമില്ലാത്തത് ധാരാളം സംസാരിക്കുന്ന പെണ്ണാണോ നീ? അവളെ കല്യാണം കഴിക്കരുത് കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത്